തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഏറ്റവും സൗമ്യനായ ഒരു വിശുദ്ധ ജോസഫിൻ്റെ തിരുനാൾ മംഗളങ്ങൾ. ഒരുപാട് വിശുദ്ധരുടെ രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ വിചിത്രമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഉറങ്ങുന്ന വിശുദ്ധ ഔസേപ്പ്. ഉറക്കം എല്ലായിടത്തും അലസതയുടെയും ഉദാസീനതയുടെയും അടയാളമായിട്ട് കാണുമ്പോൾ ഒരു വിശുദ്ധൻ ഉറങ്ങുന്നു. ആഴമുള്ളൊരു ഉറക്കമുണ്ട്. അതെനിക്ക് തോന്നുന്നു വിശുദ്ധൻ ചെയ്തൊരു അത്ഭുതങ്ങളിലൊന്നാണ്. ഒരു രാത്രി ആർക്കും ഉറങ്ങാൻ പറ്റാത്തൊരു രാത്രി ആൾക്കുണ്ടായിരുന്നു. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട പെൺകുട്ടി ഗർഭിണിയാണെന്നറിഞ്ഞ രാത്രി. ഏത് പുരുഷനാണ് അന്നുറങ്ങാൻ കഴിയുന്നത്? പക്ഷെ അന്ന് അദ്ദേഹം ശാന്തമായി ഉറങ്ങി. ബൈബിൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് ഉറക്കത്തിൽ അദ്ദേഹത്തിനൊരു സ്വപ്നമുണ്ടായി, അവളെ സ്വീകരിക്കാൻ മടിക്കേണ്ട. അപ്പോൾ നിർണായകമായ ഹൃദയഭേദകമായ വാർത്ത കേട്ടിട്ടും അയാൾക്കുറങ്ങാൻ കഴിഞ്ഞു. കാലങ്ങൾക്ക് ശേഷം 30 വർഷങ്ങൾക്ക് ശേഷം കടലിൽ കാറ്റ് വീശി വഞ്ചി ആടിയുലയുമ്പോൾ അതിൻ്റെ അമരത്ത് തലവെച്ചൊരാൾ ഉറങ്ങി, ക്രിസ്തു. ഈ ഉറക്കം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു 30 വർഷങ്ങൾക്ക് മുമ്പ് ജോസഫ് എന്ന് പറയുന്ന ഈ അപ്പൻ ഉറങ്ങിയത്. ഏത് പ്രതിസന്ധിയുടെ രാത്രിയിലും കാറ്റും കോളും നിറയുന്ന പ്രക്ഷുബ്ധമായ മനസ്സിലും ആ മനസ്സിൻ്റെ അമരത്ത് പോലും ശാന്തമായി തലവെച്ചുറങ്ങാൻ കഴിയണമെങ്കിൽ അയാളുടെ നെഞ്ചിനകത്ത് ഉലയാത്തൊരു വിശ്വാസമുണ്ടാകണം. ദൈവത്തോടുള്ള അഗാധമായ ബന്ധം. ചുറ്റും പറയുന്നതല്ല കാര്യങ്ങൾ, മനുഷ്യർ പറയുന്നതല്ല വാർത്തകൾ. ആൾക്കാർ എന്തും പറയട്ടെ, ലോകം എന്തും ചിന്തിക്കട്ടെ, നിഗമനങ്ങളും വാർത്തകളും പരക്കട്ടെ. പക്ഷേ എനിക്കുറങ്ങാതിരിക്കാനാവില്ല. കാരണം ഞാൻ തല ചായ്ച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ മനസ്സിലാണ്. ഉറങ്ങുന്ന ഔസേപ്പ്, ആ വിശുദ്ധ ജോസഫ് ഏത് പ്രതിസന്ധിയിലും ഉലയാത്ത മനസ്സുമായി ഉറങ്ങാനുള്ള, ശാന്തമായിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും, കൃപ നൽകും. ജോസഫിൻ്റെ മറ്റൊരു പുണ്യം കൂടെ, അതയാൾ ഉണർന്നു എന്നതാണ്. ബൈബിളിൽ ആവർത്തിച്ച് പറയുന്നു, ഉറക്കത്തിൽ അയാൾക്കൊരു സ്വപ്നമുണ്ടായി, സ്ത്രീയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെടുക. അപ്പോൾ തന്നെ അയാൾ നിദ്രയിൽ നിന്നുണർന്ന് സ്ത്രീയെയും കുഞ്ഞിനെയും കൂട്ടി ഈജിപ്തിലേക്ക് പുറപ്പെട്ടു. വീണ്ടും 2 തവണ ബൈബിൾ ആവർത്തിക്കുന്നുണ്ട്, സ്വപ്നമുണ്ടാകുമ്പോൾ തന്നെ ഉണർന്ന് യാത്രയാകുന്നു. പ്രതിസന്ധികളിൽ ഉറങ്ങിയ ജോസഫ് രാത്രിയിൽ ദൈവം വിളിച്ചപ്പോൾ ഉണർന്ന് യാത്ര ആരംഭിച്ചു. ഒന്ന് ചിന്തിക്കുക, ദൈവം രാത്രിയിൽ വിളിച്ചുണർത്തിയപ്പോൾ നേരം പുലരട്ടെ എന്ന് കരുതി വീണ്ടും മയങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ഊരിപ്പിടിച്ച വാളുമായി ഹെറോദോസിൻ്റെ പടയാളികൾ പുറപ്പെട്ടു കഴിഞ്ഞു, 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ തല കൊയ്യാൻ. അല്പം വൈകിയെങ്കിൽ, നേരം പുലരട്ടെ എന്ന് കരുതിയെങ്കിൽ നേരം പുലരാതെ പോയേനെ. ആ രാത്രി അവസാനിക്കുമായിരുന്നില്ല. ആ രാത്രിയിൽ തന്നെ എഴുന്നേറ്റ് കുഞ്ഞിനെയും കൂട്ടി സ്ത്രീയെയും കൂട്ടി പുറപ്പെട്ട ജോസഫ്
ദൈവം വിളിച്ചുണർത്തിയാൽ ഒട്ടും വൈകാതെ യാത്ര ആരംഭിക്കാൻ നമ്മളെ വിളിക്കുന്നു. ഏത് രാത്രിയിലും ഒരു നിലാവെളിച്ചമെങ്കിലുമുണ്ട്. ആ നിലാവിലൂടെ ദൈവത്തിൻ്റെ സ്വരം കേട്ട് നടക്കുക. പലരുടെയും ജീവിതത്തിൽ പുലരികൾ നഷ്ടപ്പെട്ടത് രാത്രിയിൽ ദൈവം വിളിച്ചുണർത്തുമ്പോൾ നേരം പുലരട്ടെ എന്ന് കരുതി പിന്നെയും മയങ്ങിയതുകൊണ്ടാണ്. പലരുടെയും ജീവിതത്തിൽ രാത്രിയുടെ നിശബ്ദത നഷ്ടപ്പെട്ടത് ദൈവം ആശ്വസിപ്പിച്ചിട്ടും ആശ്വസിക്കാതെ മനുഷ്യരുടെ സ്വരങ്ങൾക്ക് മാത്രം കാതോർത്തത് കൊണ്ടാണ്. വിശുദ്ധ ജോസഫിൻ്റെ നന്മകൾ നിങ്ങളുടെ ഹൃദയത്തെ ആഴത്തിൽ തൊടട്ടെ. സ്നേഹപൂർവ്വം.